ഇന്നത്തെ എൻ്റെ കൊതി അവിൽ മിൽക്ക് കുടിക്കാനായിരുന്നേ. അപ്പം ഒന്നും നോക്കിയില്ല. കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയേ. നോക്കിയപ്പോൾ ഇത് ടേസ്റ്റ് അടിപൊളി. എന്നാൽ പിന്നെ ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് നമുക്ക് ആവശ്യമുള്ളത്ര അവലെടുത്തുനിന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ സാധാ അവലാണേ. ഇതിന് പ്രത്യേക അവലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിതെടുത്തു. പിന്നെ ഇത് നമ്മുടെ നിലക്കടല. അതും ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമായിരുന്നു പഴം. നാട്ടിൽ നമ്മുടെ നാടൻ പാളയംകുടം പഴം ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കിതിലായിരുന്നു ഞാൻ നമ്മുടെ റോബസ്റ്റ പഴമാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ബൂസ്റ്റ് ചേർത്തിട്ട് അത് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ആദ്യം കണ്ട പോലെ പായസം പോലെ ഇരുന്നത് കേട്ടോ. ആ കളർ മാറും. അപ്പോൾ ഹോർലിക്സ് ഒക്കെ ആണെങ്കിൽ വെളുത്ത് നിറത്ത് തന്നെ കിട്ടും. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് പഴം ഉടയ്ക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ മിക്സിയിലിട്ട് ഒരിക്കലും ഉടയ്ക്കില്ല കേട്ടോ. കൊള്ളാതെ വരും, ഫൈൻ പേസ്റ്റായി പോവും. അപ്പോൾ ഉടയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല തണുത്ത പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മുടെ മെയിൻ ആളെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അവലും മൊത്തത്തോടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ കടലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർ ലാസ്യത്തിന് കുറച്ച് കടല വെക്കാറുണ്ട്. ഞാനതിനൊന്നും മെനക്കെടാൻ നിന്നില്ല. കാരണം എനിക്കിതെങ്ങനെയും കഴിച്ചാൽ മതി എന്നുള്ളൊരു വിചാരമായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.